2.2% മുതൽ 10% വരെയാണ് വർധന. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്. കേരളത്തിൽ കോൺഗ്രസും ഇടതുപക്ഷവും ഒറ്റക്കെട്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ മുന്നണി രൂപീകരണത്തിലൂടെ ഇരുവരുടെയും ആശയങ്ങൾ ഒന്നാണെന്ന് തെളിഞ്ഞു. മോദി വിരോധത്തിൽ സംസ്ഥാനത്ത് വികസനം തടയുന്നു. കൊള്ള നടത്താനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമാണ് അവർക്ക് വേണ്ടത്. ഏത് ഓഫീസ് കേന്ദ്രീകരിച്ചാണ് സ്വർണ്ണക്കടത്ത് നടന്നതെന്ന് എല്ലാവർക്കും അറിയാമെന്നും മോദി കൂട്ടിച്ചേർത്തു. कांग्रेस पक्ष और विपक्ष का ढोंग रचते रहे, जबकि ये हमेशा से एक ही थे. ये सिर्फ नाम के लिए दो पार्टियां हैं. केरला में करप्शन हो, क्राइम हो या परिवारवाद, ये दोनों सब कुछ मिलकर के करते हैं. अब इंडी गठबंधन बनाकर इन्होंने घोषणा कर दी कि इनकी विचारधारा और इनकी नीतियों में कोई अंतर नहीं है. अब केरला की जनता को भी साफ पता चला है कि केरला का विकास अगर कोई कर सकता है तो वो बीजेपी है, एनडीए है. लेफ्ट कांग्रेस गठबंधन यानी इंडी अलायंस. എല്ലാ മതവിശ്വാസങ്ങളെയും BJP മാനിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എന്നാൽ ഇന്ത്യ മുന്നണി വിശ്വാസങ്ങൾക്ക് എതിരാണ്. ശബരിമലയിൽ വിശ്വാസികൾക്കുണ്ടായ അസൗകര്യത്തിൽ സംസ്ഥാന സർക്കാരാണ് ഉത്തരവാദി. തൃശൂർ പൂരം നടത്തിപ്പിൽ പോലും രാഷ്ട്രീയ ഇടപെടലുണ്ടാകുന്നു. ക്രിസ്മസ് ദിനത്തിൽ നടത്തിയ വിരുന്നിൽ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരുടെ അനുഗ്രഹം ലഭിച്ചെന്നും മോദി പറഞ്ഞു. इन्होंने मंदिरों को, हमारे त्योहारों को भी लूट का माध्यम बना दिया है. त्रिशूलपुरम के साथ जिस प्रकार की राजनीति की जा रही है वो दुर्भाग्यपूर्ण है. सबरीमाला में भी जिस प्रकार की अव्यवस्था सामने आई है उससे भी श्रद्धालुओं को बहुत असुविधा आई है. ये यहाँ की राज्य सरकार की अक्षमता का प्रमाण है. मुझे दिल्ली में अपने आवास पर क्रिश्चियन कम्युनिटी को होस्ट करने का अवसर मिला. कम्युनिटी के धर्मगुरुओं ने, इंटेलेक्चुअल्स और अचीवर्स ने जो आशीर्वाद मुझे दिया, सरकार के काम को सराहा, उसके लिए मैं उनका फिर से आभार व्यक्त करता हूं. ുമായി അനീഷ് ആന്റണി ചേരുന്നു. അനീഷ്, മോദിയുടെ വാക്കുകൾ നമ്മൾ കേട്ടു. ഏത് രീതിയിലായിരുന്നു തൃശ്ശൂരിൽ അദ്ദേഹത്തിൻ്റെ റോഡ് ഷോ BJP പ്രവർത്തകർ സ്വീകരിച്ചത്? ഒപ്പം തന്നെ പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമന്ത്രി സൂചിപ്പിച്ചത്? ലിബീഷ്, മൂന്നത്തോടെ കുട്ടനല്ലൂർ ഹെലിപ്പാഡിലിറങ്ങിയ അദ്ദേഹം റോഡ് മാർഗമാണ് തൃശൂർ റൗണ്ടിലേക്ക് എത്തിയത്. 3:35 റോഡ് ഷോ ആരംഭിച്ചു. റോഡ് ഷോയിൽ തുറന്ന വാഹനത്തിൽ അദ്ദേഹത്തോടൊപ്പം സുരേഷ് ഗോപി, സുരേന്ദ്രൻ, മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ എന്നിവർ ഉണ്ടായിരുന്നു. റൗണ്ടിൽ ജനസാഹചര്യത്തിന് നടപടിയാണ് അദ്ദേഹത്തിന്റെ റോഡ് ഷോ പുരോഗമിച്ചത്. 1.5 കിലോമീറ്ററോളം സഞ്ചരിച്ച അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹം, റോഡ് ഷോ തുടർന്ന വാഹനവ്യൂഹം തെക്കിൻ മൈതാനിയിൽ എത്തി. ഇടത് വലത് സർക്കാരുകളെയും ഇന്ത്യ മുന്നണികളെയും ഇതുപോലെ വിമർശിച്ചായിരുന്നു അദ്ദേഹം സംഘം ആരംഭിച്ചത്. അതുപോലെ കേരളത്തിലെ അമ്മമാരെ, സഹോദരിമാരെ മലയാളത്തിൽ തന്നെയാണ് അദ്ദേഹം പ്രസംഗം തുടങ്ങിയത്. സ്ത്രീകളുടെ മഹത്വത്തെ എണ്ണി പറഞ്ഞ് സ്ത്രീകളെ മഹത്വം ഉദ്ഘോഷിക്കുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ. ഉദാഹരണം അദ്ദേഹം അഞ്ചിയമാതിലെ ചെറിയാൻ റോബോട്ട് തുടങ്ങിയ മലയാളികളെ പേരെടുത്ത് പറഞ്ഞ അദ്ദേഹം സ്ത്രീകളുടെ മഹത്വം ഉദ്ഘോഷിച്ചത്. നാട്ടിലെ പുരോഗതി, നാട്ടിലെ ചർച്ച മുഴുവൻ മോദിയുടെ ഉറപ്പിനെ പറ്റി, എന്നാൽ രാജ്യത്തിന്റെ പുരോഗതി താൻ വിശ്വസിക്കുന്നത് സ്ത്രീകളുടെ ശക്തിയിലാണെന്ന് അദ്ദേഹം സ്ത്രീകളെ 2 ലക്ഷം വരുന്ന സ്ത്രീകളെ മുന്നിലെത്തി അദ്ദേഹം ഉദ്ഘോഷിച്ചു. അതുപോലെ മുത്തലാഖ് വിഭാഗത്തെ സ്ത്രീകളെയും അദ്ദേഹം എടുത്തു പറഞ്ഞു. മുത്തലാഖ് വിരോധിച്ചത് മുത്തലാഖിൽ നിന്ന് സ്ത്രീകളെ മോചിപ്പിക്കാൻ എനിക്കായി
ഓരോരോ വികസന പ്രവർത്തനങ്ങളും കൃത്യമായി എണ്ണിപ്പറഞ്ഞ അദ്ദേഹം അക്ഷരത്തിൽ ഒരു രാഷ്ട്രീയ പ്രസംഗമായിരുന്നു അദ്ദേഹം ഇവിടെ നടത്തിയ മഹാസമ്മേളനത്തിൽ നടത്തിയത്. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് തന്നെയാണ് അദ്ദേഹം പ്രസംഗം മുന്നോട്ട് കൊണ്ടുപോയത്. അതിൽ തന്നെ നിർത്തുന്ന രീതിയിലായിരുന്നു പ്രസംഗം. മത വിഭാഗത്തിലും BJP കേന്ദ്ര സർക്കാർ എല്ലാ മതങ്ങളെയും ഒരുപോലെ ചേർത്ത് നിർത്തുന്ന രീതിയാണ് BJP സർക്കാർ നടത്തിയ ക്രിസ്മസ് മീറ്റിലൂടെ ഈ ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ അനുഗ്രഹം തനിക്ക് നേടാനായി പോലും മലയാളികളെയും കേരളത്തിലെയും ഒരുപോലെ കേരളത്തിലെയും അദ്ദേഹം കേന്ദ്ര സർക്കാർ സംരക്ഷിക്കുന്ന സമീപനമാണ് കൈക്കൊണ്ടത്. വിദേശ രാജ്യങ്ങളിൽ ഉണ്ടായ യുദ്ധം, അതുപോലെ കൊറോണ സമയങ്ങളിൽ മലയാളികളായ ഒരുപാട് ഇവിടെ കുടിയേറുന്ന സാഹചര്യം ഉണ്ടായി. ഇവരെ എല്ലാം എത്തിക്കാൻ കേന്ദ്ര സർക്കാരാണ് മുൻകരുതത്. കേരളത്തിൽ പ്രത്യക്ഷത്തിൽ നാടകം കളിക്കുകയാണ്, അവർ സത്യത്തെ പോലെ പെരുമാറും. എന്നാൽ അവർ അക്ഷരാർത്ഥത്തിൽ അവരുടെ സമീപ ആശയങ്ങളെ ഒന്നാണ് അവർ ഇന്ത്യ മുന്നണിയിലൂടെ തെളിയിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. കേരളത്തിൽ കൃത്യമായ വികസനം വരണമെങ്കിൽ BJP അധികാരത്തിൽ വരണം എന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു. പ്രത്യേകിച്ച് പുതിയ പ്രഖ്യാപനങ്ങളോ അല്ലെങ്കിൽ വനിതകൾക്കായിട്ടുള്ള പ്രഖ്യാപനങ്ങളോ ഒന്നും തന്നെ പ്രസംഗത്തിൽ ഉണ്ടായില്ല. അതേക്കുറിച്ച് നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ എണ്ണിപ്പറയുന്ന ഒരു പ്രശ്നമായിരുന്നു ഉണ്ടായത്. വെള്ള പദ്ധതി, അതുപോലെ മോദിയുടെ ഗ്യാരണ്ടിയാണെന്ന് പറഞ്ഞായിരുന്നു. വനിതാ സംവരണം, അതുപോലെ സൗജന്യ ചികിത്സാ പദ്ധതി, ഗ്യാസ് പദ്ധതി, മുദ്രാ വായ്പ പദ്ധതി തുടങ്ങിയ ഒട്ടനവധി പദ്ധതികൾ പേരെടുത്ത് പറഞ്ഞ് ഇതെല്ലാം മോദി സർക്കാരിന്റെ ഗ്യാരണ്ടിയാണ്. തുടർന്നും മോദി സർക്കാർ അധികാരത്തിലെത്തിയ ഇത്തരം വികസന പ്രവർത്തനങ്ങൾ നടക്കും. മോദി വിരോധത്താൽ പ്രതിപക്ഷ പാർട്ടികളെല്ലാം വികസന പ്രവർത്തനങ്ങൾക്ക് എതിർത്ത് നിൽക്കുന്ന ഒരു സാഹചര്യം എല്ലാ വിഭാഗക്കാരും ചേർക്കുന്ന ഒരു സമീപനമായി കാലങ്ങളായി തിരിച്ചു പോകുന്നത്. 10 വർഷമായി ആ സമീപനം തുടർന്ന് ഉറപ്പു നൽകി. അത്തരത്തിലുള്ള ഒരു സംഘത്തിന് ശേഷമാണ് അവിടെ നിന്നും ഇറങ്ങി ലിബീഷ്. തൃശ്ശൂരിൽ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ മോദിയുടെ പ്രസംഗം. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അനീഷ് ആന്റണി. കലോത്സവത്തിനൊരുങ്ങി കൊല്ലം.